യേശുക്രിസ്തു ഒരിക്കൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു മനുഷ്യൻ യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ വന്നു. അവന് കണ്ണ് കാണത്തില്ല. സ്തോത്രം. കണ്ണ് കാണാതെ ഇരിക്കുന്നവന് വേണ്ടി എന്തുവാ? കണ്ണ് തുറന്നൊരു കാഴ്ചയാണ് വേണ്ടത്. പക്ഷെ അവനെ നോക്കി കർത്താവ് നിലത്ത് തുപ്പി. ആ തുപ്പൽ കൊണ്ട് ചേറുണ്ടാക്കി. ആ ചേറ് അവൻ്റെ കണ്ണിൽ തൂത്തു. എന്നിട്ട് പറഞ്ഞു, ഇനി നടന്നോളാൻ. സ്തോത്രം. കണ്ണ് കാണാൻ കഴിയാത്തവൻ്റെ കണ്ണിൽ അല്പം മണ്ണും കൂടെ തേച്ച് വിട്ടാൽ പിന്നെ അവന് വല്ലതും കാണാൻ പറ്റുമോ? ഇല്ല. പക്ഷേ ഞാൻ പറയട്ടെ, സ്തോത്രം, കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ മുഖം പോയി കഴുകി വന്നപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, ആ മണ്ണ് ഒരു കണ്ണായിട്ട് മാറി. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? അത് കണ്ണ് കാണണമെങ്കിൽ റെറ്റിന വേണം, കോർണിയ വേണം, മറ്റ് അവയവങ്ങൾ, അതിന് അനുബന്ധമായ എല്ലാ ഫങ്ഷൻസും നടക്കണം. എന്നാൽ പറയട്ടെ, എൻ്റെ ആത്മാനാഥൻ നിലത്തു തുപ്പി മണ്ണ് അത് കുഴച്ച് അവൻ്റെ കണ്ണിൽ തേച്ചപ്പോൾ ആ മണ്ണ് കണ്ണായിട്ട് മാറി. അവൻ കഴുകി വന്നപ്പോൾ അവൻ കാഴ്ച പ്രാപിച്ചവനായി ദൈവത്തെ സ്തുതിച്ചു. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, മുമ്പിലേക്ക് നോക്കുമ്പോൾ ഒന്നും കാണാൻ കഴിയുന്നില്ല. എന്നാൽ ഒരു സാഹചര്യത്തിന് മുമ്പ് അടുത്തൊരു പ്രശ്നമെന്ന പോലെ മറ്റൊന്ന് വരുമ്പോൾ നിനക്ക് ഒന്നും കാണാൻ കഴിയത്തില്ല. കർത്താവ് പറയുന്ന വാക്കനുസരിക്കാൻ ഇന്ന് നിനക്ക് മനസ്സുണ്ടോ? ശീലാഹാം വരെ അല്പം ബുദ്ധിമുട്ടിയാണെങ്കിലും തപ്പിത്തടഞ്ഞാണെങ്കിലും നീ ഒന്ന് നടന്നു പോ, നീ ഒന്ന് അടുത്തു ചെല്ല്, അവിടെ നിനക്ക് വിടുതലുണ്ട് എന്ന്. അന്ന് ആ ശീലാഹാം വരെ പോകണമെങ്കിൽ ഇന്ന് കർത്താവ് നിന്നെ നോക്കി പറയുന്നു, ഞാൻ നിന്റെ അടുക്കിലേക്ക് അടുത്തു വരാം. നിനക്ക് മനസ്സുണ്ടോ? കണ്ണിൽ തേച്ച മണ്ണ് അവനൊരു കണ്ണും കാഴ്ചയും തിരികെ കൊടുത്തെങ്കിൽ ആ മഹത്വത്തിന് പ്രത്യാശയായ ക്രിസ്തുവിനെ ആരാധിക്കുന്നവർ മക്കളാ നമ്മൾ. നമ്മുടെ വിഷയത്തിൽ ദൈവം മൗനമായിരിക്കുമോ? ഒരിക്കലുമില്ല. വേഗത്തിൽ നിനക്ക് സൗഖ്യം വരും. വേഗത്തിൽ ഒരു അത്ഭുതം നിനക്ക് വേണ്ടി ചെയ്യും. അത് ചെയ്തു തരുവാൻ ഞാനും നിങ്ങളും ആരാധിക്കുന്ന ദൈവം വിശ്വസ്തനാണ്.